എനിക്കിതിനകത്തൊരു കാര്യം പറയാനുള്ളൂ. ഒരു അഭിഭാഷകൻ അവിടെ ഇരിപ്പുണ്ട്. ആ അഭിഭാഷകൻ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ആ അഭിഭാഷകരുടെ അഭിപ്രായം പറയാനേ കഴിയില്ല. കാരണം ആ അഭിഭാഷകൻ പ്രിജുഡീസ്ഡ് ആണ്. അയാൾ CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബ്രാഞ്ച് സമ്മേളനത്തിൽ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളാണ് ആ അഭിഭാഷകൻ. അപ്പോൾ ആ അഭിഭാഷകനെ നയിക്കുന്നത് നിയമമോ CRPCയോ ഒന്നുമല്ല. ആ അഭിഭാഷകനെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPMൻ്റെ തീട്ടൂരമാണ്, അവരുടെ ഡയറക്ഷനാണ്. അതുകൊണ്ട് ആ അഭിഭാഷകൻ ഇവിടെ വന്നിരുന്നുകൊണ്ട് നിയമം പറയാൻ ഒരു യോഗ്യതയുമില്ല. കാരണം ആ അഭിഭാഷകനെ നയിക്കുന്ന നിയമമല്ല, CPMൻ്റെ തീട്ടൂരം. MV ഗോവിന്ദൻ എന്തു പറയുമോ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ള ഒരു ഉത്തരവാദിത്വവും ചുമതലയും മാത്രമേ ആ ചുമന്ന അഭിഭാഷകൻ അവിടെ ഉള്ളൂ. ഈ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞാൽ അതിനപ്പുറത്ത് പോകാൻ അഭിഭാഷകന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ അഭിഭാഷകന് ഇൻഡിപെൻഡൻ്റായി ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ആ അഭിഭാഷകൻ വലിയ ആളാണെന്നും അദ്ദേഹം വലിയ ബുദ്ധിജീവിയാണെന്നും ഒക്കെ അങ്ങ് ധരിച്ച് വശായി അദ്ദേഹം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്നിട്ട് കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. എന്തായാലും ആ അഭിഭാഷകനിൽ നിന്ന് ഒരു ചെറിയ അഭിഭാഷകനും കൂടിയായിട്ടുള്ള എനിക്ക് ഈ ഇൻക്വസ്റ്റും പിന്നെ പോസ്റ്റ്മോർട്ടം രണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അത് അഭിഭാഷകൻ എനിക്ക് പറഞ്ഞു തന്നതിൽ എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം നന്ദിയുണ്ട്. അതെനിക്ക് അറിയില്ലായിരുന്നു, അതെനിക്ക് പറഞ്ഞു തന്നല്ലോ, നന്ദിയുണ്ട്. പിന്നെ പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വളരെ സൗമ്യമായ ഭാഷയിൽ ശ്രീമാൻ TK രാജ്മോഹൻ അതെടുത്ത് ചവറ്റോട്ടെ കളഞ്ഞു, അങ്ങ് കൊടുത്തു. ഈ ആദ്യാവസാനം കൊടുത്ത് തീർത്തവിടെ വെച്ചു. ഇനി അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എനിക്കിനി ഒരു കാര്യം പറയാനുള്ളത്, പരിണത പ്രജ്ഞനാണ് ഈ ഡോക്ടറെന്നും അവിടെ സ്വതന്ത്രമായിട്ട് ഒന്നുമല്ല, ഒരു സ്വാതന്ത്ര്യവും ഇതിനകത്തില്ല. കാരണം അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPMൻ്റെ ഉന്നതനായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരെ തരം താഴ്ത്തിയെങ്കിലും അവരെ മുകളിലോട്ട് കയറ്റി വെച്ചല്ലോ കഴിഞ്ഞില്ല. അവരെവിടെ മുകളിലോട്ട് കയറ്റി വെച്ചു? അവരേറ്റവും പ്രധാനപ്പെട്ട ആളാണ്. മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ അന്വേഷണം നേരായ വഴി പോകാതിരിക്കാനുള്ള കാരണമായി അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് ഇത് CPMൻ്റെ ഉന്നതനായിട്ടുള്ള ഒരാളാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൽ സത്യം തെളിയില്ല എന്നാണ്. അവർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ് അഭിഭാഷക അവിടെ പോയി കാത്തു നിന്നത്. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ. അവരേതാണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോലാണ് PK ശ്രീമതി അവിടെ അഭിപ്രായം പറഞ്ഞത് അവർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പം. നിങ്ങളൊരു സാധാരണ അഭിഭാഷകനാണല്ലോ. K വിശ്വൻ എന്ന് പറഞ്ഞിട്ടുള്ള CPMൻ്റെ ഏറ്റവും വലിയ അഭിഭാഷകനാണ് അവരുടെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിലുള്ള വീഴ്ചകൾ എണ്ണി വളരെ മനോഹരമായി TK രാജ്മോഹൻ അവിടെ പറഞ്ഞു. ഇതിൽ പൊളിറ്റിക്കലായിട്ടാണ് തീരുമാനമുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് ഒരു സത്യവും പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ പറഞ്ഞതുപോലെ ഇത് ഫോറൻസിക് വിദഗ്ധൻ്റെ പുസ്തകങ്ങളുടെ പേജുകളൊന്നും മറച്ചു നോക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും അഭിഭാഷകൻ വായിച്ചിട്ടുണ്ട്, ഞാനത് വായിച്ചിട്ടില്ല. അത്രയും വിവരം എനിക്കുള്ളൂ, അത് സമ്മതിച്ചു. പക്ഷേ അന്വേഷണത്തിൽ പങ്കെടുത്ത ഈ തൂങ്ങിക്കിടന്നപ്പോൾ അത് വെട്ടി താഴെയിട്ടിട്ടുള്ള ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടെ ഇരിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഴിവുകൊണ്ടല്ല എന്ന് ഞാൻ പറയുന്നില്ല, കഴിവുകൊണ്ടാണ്. പക്ഷേ അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവസ്വതന്ത്രമായി കേസ് കണ്ടുപിടിക്കാൻ കയറൂരി വിട്ട ഒരു ആഭ്യന്തര മന്ത്രി അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആഭ്യന്തര മന്ത്രി അത് കണ്ടുപിടിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് ഈ TK രാജ്മോഹനും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ചുമന്ന അഭിഭാഷകനൊന്ന് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രി
ആഭ്യന്തരമന്ത്രി ഇതിനൊന്നും അനുവാദം കൊടുക്കില്ല. എം വി ജയരാജൻ എന്ന് പറഞ്ഞ നിങ്ങൾ പാർട്ടി മെമ്പറായിട്ടുള്ള നിങ്ങളുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്താ പ്രസംഗിച്ചേ? കൈക്കൂലി മേടിച്ചെന്നും കൈക്കൂലി മേടിച്ചില്ലെന്നും രണ്ടഭിപ്രായം ഉണ്ടെന്ന് അയാൾ പ്രസംഗിച്ചില്ലേ? അവിടെയുള്ള പാർട്ടി കണ്ണൂരിലെ പാർട്ടി മെമ്പർമാർ രഹസ്യമായി പറയുന്നുണ്ട് എം വി ഗോവിന്ദൻ എന്തിനാ കൂടെ പോയെന്ന്. ഈ പോസ്റ്റ്മോർട്ടം ഹേസ്റ്റി ആയിട്ടാണ് നടന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അനിൽ പി നായരും പറഞ്ഞിട്ടുണ്ട്. അനിൽ പി നായർ എന്താണ് പറഞ്ഞത്? ആദ്യം പോലീസ് കമ്മീഷണറെ വിളിച്ചു, അയാളെ വിളിച്ചിട്ട് ഇത് അവിടെ ചെയ്യരുതെന്ന് പറഞ്ഞു. ആദ്യം കളക്ടറെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞ് കളക്ടറെ വിളിച്ചപ്പോഴത്തേക്ക് കളക്ടർ പറഞ്ഞ എന്താണ്? ഞാനുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഞാനുണ്ടല്ലോ. ആ കളക്ടർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രതിയല്ലേ അയാൾ? ഈ പാർട്ടി മെമ്പർ, ഈ അഭിഭാഷകനല്ല, ഈ പാർട്ടി മെമ്പറായിട്ടുള്ള അഭിഭാഷകൻ ഇവിടെ വന്നിരുന്നുകൊണ്ട് 5 സ്വതന്ത്രരുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം. ഓ എന്റെ അമ്മോ, 5 സ്വതന്ത്രർ, അവരങ്ങ് സ്വതന്ത്രമായിട്ട് പറയുന്നവരാ. കേട്ടാൻ പറ്റില്ല. അല്ല, അവര് ഭയങ്കര സ്വതന്ത്രമാ. നിങ്ങൾ അഭിഭാഷകനാണോ പാർട്ടി മെമ്പറാണോ? നിങ്ങൾ നയിക്കുന്നത് നിയമമാണോ അതോ AK സെന്ററിലെ നിയമമാണോ? ഏത് നിയമമാണ്? അതുകൊണ്ട് ഇവിടെ പിണറായി വിജയന്റെ കീഴിൽ ഈ കേസ് തെളിയില്ല എന്നുള്ളത് പാർട്ടി മെമ്പറായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള നിങ്ങൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. അതങ്ങനെ വരും എന്നാണ് അവർ കരുതി, നിങ്ങൾ ഉൾപ്പെടെ കരുതി വെച്ചിരിക്കുന്നത്.